നമസ്കാരം. ഞാൻ ഡോക്ടർ അനുഷ് മോഹൻ, കൺസൾട്ടന്റ് ഗാസ്ട്രോ സർജൻ, മോഹൻ സ്കിൻ ആൻഡ് ഗാസ്ട്രോ കെയർ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം കോമൺ ആയിട്ട് കേൾവിയുള്ള ഒരു കീ ഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി, ഇങ്ങനെ റോബോട്ടിക് സർജറി എന്നിങ്ങനെ പല പല സർജറിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് കീ ഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി, റോബോട്ടിക് സർജറി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നത്. അത് എന്താണ് ആക്ച്വലി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അഥവാ എന്താണ്, ഇവയെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനേക്കാളൊക്കെ ഉപരി ഇതെല്ലാം കൊണ്ടുള്ള നമുക്ക് അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയാനാണ് ഞാൻ ഇന്നിവിടെ ആഗ്രഹിക്കുന്നത്. പണ്ട് കാലത്തെല്ലാം നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും വയറിൻ്റെ, ഇപ്പം ഞാൻ ഗാസ്ട്രോ ആയതുകൊണ്ട് തന്നെ വയറിനെ കുറിച്ചുള്ള സർജറിയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വയറിൻ്റെ സർജറി എന്ന് കേട്ടാൽ തന്നെ വയറ് തുറന്നുള്ള ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര പേടിയാണ്. പക്ഷേ ഒരു വയറിനകത്തൊരു പ്രോബ്ലം വന്നു പോയാൽ, ഒരു പിത്തസഞ്ചിയിൽ ഒരു കല്ല് വരികയോ എന്ന് തുടങ്ങി ചിലപ്പോൾ അപ്പൻഡിക്സ് ഒന്ന് പഴുത്ത് പൊട്ടുകയോ, അല്ലെങ്കിൽ വൻകുടലിൽ ഒരു വലിയൊരു ഗ്രോത്ത് പോലെ വരികയോ, അല്ലെങ്കിൽ വയറിനകത്ത് വലിയ വലിയ ട്യൂമർ വരികയോ എന്നിങ്ങനെയൊക്കെ വന്നാൽ ഉടനെ തന്നെ നമ്മൾ വയറ് തുറന്നുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരാൾ പിന്നെ ഉള്ള കാലം കിടപ്പായി പോകത്തില്ലേ, അല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇനി പഠിക്കാൻ പോകാൻ പറ്റുമോ, ഇനി ശിഷ്ടകാലം അവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ഒരുപാട് ഒരു ആങ്സൈറ്റി, ആകാംക്ഷയൊക്കെ നമുക്ക് എല്ലാവർക്കും കാണും. പക്ഷെ ഇപ്പോൾ കാലം ഒരുപാട് മാറിപ്പോയി. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഒരുപാട് ടെക്നോളജീസ്, 5G 4G എന്നുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ്, ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ് വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓബ്വിയസ് ആയിട്ട് നമുക്ക് സയൻസിലും മെഡിക്കൽ ഫീൽഡിലും ഒക്കെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വളരെയധികം ഒരു അൾട്രാ ക്ലിയർ ആയിട്ടുള്ള ഹൈ ഡെഫിനിഷൻ ക്യാമറാസും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സും എല്ലാം കൂടെ ഒക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ അതിൽ കൊണ്ടാണ് നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കീ ഹോൾ സർജറികളും ലാപ്രോസ്കോപ്പിക് സർജറികളും വന്നിട്ടുള്ളത്. ഇപ്പോൾ കീ ഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് ഏകദേശം അത് ഒരേ കാര്യം തന്നെയാണ്. എന്താണെങ്കിലും നമ്മൾ വയറിൽ വലിയ ഒരു മുറിവുണ്ടാക്കി ഓപ്പൺ സർജറി ചെയ്യുന്നതിന് പകരം അതേ സർജറി ചെറിയ ചെറിയ മുറിവിലൂടെ നമ്മൾ ക്യാമറ അകത്ത് കടത്തി ഒരു ചെറിയ ഒരു സെന്റിമീറ്റർ സൈസ് മുറിവിലൂടെ ഒരു ക്യാമറ ഒരു ട്യൂബ് പോലെ അകത്തേക്ക് കടത്തി ഏത് അവയവമാണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ അവയവം അതിലൂടെ കാണുകയും ചെറിയ ചെറിയ മറ്റ് മുറിവുകളിലൂടെ ഒരു 1/2 സെന്റിമീറ്റർ സൈസുള്ള മുറിവുകളിലൂടെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കടത്തി പല പല ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, ചിലപ്പോൾ സിസ്റ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ബൗൾ ഗ്രാസ്പർ, അങ്ങനെ പല ടെക്നോളജി, ഹാർമോണിക്, ലിഗാഷോർ എന്നൊക്കെ പറയുന്ന പല പല ടെക്നോളജിയിലെ ഉള്ള അഡ്വാൻസ്മെന്റ് കാരണമുള്ള പല ഇൻസ്ട്രുമെന്റ്സ് അകത്ത് കടത്തുകയും അതിലൂടെ സർജറി ചെയ്യുന്നതിനാണ് കീ ഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ കീ ഹോൾ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അസുഖങ്ങളെല്ലാം തന്നെ വയറ് തുറന്നുള്ള വലിയ ഓപ്പറേഷൻ ഒഴിവാക്കി ചെറിയ ചെറിയ മുറിവിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് അതേ സർജറി തന്നെ നമുക്ക് വയറിനകത്ത് കാര്യമായ ഒരു ഡാമേജ് ഉണ്ടാക്കാതെ തന്നെ സർജറി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് ആ ഒരു അകത്തുള്ള പ്രോബ്ലം മാറുകയും എന്നാൽ ഈ ഒരു വലിയ മുറിവുകൾ ഒഴിവാകുമ്പോൾ അതിൻ്റെതായ മെച്ചം പേഷ്യൻ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതായത് സർജറി കഴിഞ്ഞ് ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവരെ എഴുന്നേറ്റ് നടക്കുകയും ആഹാരമെല്ലാം കഴിക്കാൻ പറ്റുകയും ഉടനെ തന്നെ ഒരു 1-2 ദിവസത്തിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോവുകയും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ജോലിക്ക് പോവുകയും ചെയ്യാം. സർജറി എന്ന് കേട്ട ഉടനെ പിന്നെ ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു ഫാമിലിക്ക് ഒരു ബേർഡൻ ആവുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലായി പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും എന്ന പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് കീ ഹോൾ സർജറിയിലൂടെ നേടാൻ പറ്റുന്നത്. ഇതാണ് കീ ഹോൾ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ നമ്മൾ വയറിന് ഒരു മാത്രം ചെയ്യുന്ന സർജറിയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. നെഞ്ചിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ കീ ഹോളിൽ കൂടെ ചെയ്യുന്ന ഓപ്പറേഷനെ തൊറാക്കോസ്കോപ്പി എന്നും, പിന്നെ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്ന ഓപ്പറേഷന് ചെറിയ ചെറിയ എല്ലാത്തിനും കീ ഹോൾ എന്ന് പറയുകയും വയറിൽ ചെയ്യുന്ന കീ ഹോൾ സർജറിയാണ് ലാപ്രോസ്കോപ്പിക് സർജറി എന്നും പറയപ്പെടുന്നത്. ഇനി എന്താണ് ഈ റോബോട്ടിക് സർജറി എന്ന്? റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വയറിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി കീ ഹോളിൽ കൂടെ നമ്മൾ ലാപ്രോസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റ്സ് നേരിട്ട് ഒരു സർജൻ ഇടുന്നതിന് പകരം ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഒരു റോബോട്ട് സർജറി ചെയ്യും എന്നാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. പക്ഷേ റോബോട്ട് സർജറി ചെയ്യുമ്പോൾ ഈ സർജറി ചെയ്യുന്ന റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് റോബോട്ടിന്റെ ഒരു തൊട്ടപ്പുറത്ത് നിന്ന് ഒരു സർജൻ തന്നെയാണ് റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് റോബോട്ടിനെ സർജറി ചെയ്യാൻ വിടുകയല്ല ചെയ്യുന്നത്, പകരം ഒരു റോബോട്ടിന്റെ സഹായത്തോടെ ഒരു സർജൻ സർജറി ചെയ്യുന്നതിനാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. അതിലും ഇതേ ഗുണങ്ങൾ തന്നെ നമുക്ക് പേഷ്യന്റിന് ഓഫർ ചെയ്യാൻ സാധിക്കും. അതായത് ചെറിയ മുറിവുകൾ, പെട്ടെന്നുള്ള റിക്കവറി, പെട്ടെന്നുള്ള ഹീലിംഗ്, മിനിമം ബ്ലഡ് ലോസ്, ഇതെല്ലാം നമുക്ക് ഓബ്വിയസ് ആയിട്ട് നമുക്ക് റോബോട്ടിക് സർജറിയിലും പേഷ്യൻസ് കൊടുക്കാൻ പറ്റും. പക്ഷേ കൂടുതൽ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ റോബോട്ട് സർജറി ചെയ്യുമ്പോൾ കൂടുതൽ പ്രിസിഷൻ നമുക്ക് ഡെഫിനറ്റ്ലി ഓഫർ ചെയ്യാൻ പറ്റും. കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും സർജറിയെ കുറിച്ച്. സർജന് കൂടുതൽ ടയർഡ് ആകാതെ കുറെ കൂടെ നമുക്ക് അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ട് ഓഫർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു റോബോട്ടിക് സർജറിയുടെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത്.
റോബോട്ടിക് സർജറി തീർച്ചയായിട്ടും ടെക്നോളജി കൂടുന്നതനുസരിച്ചും റോബോട്ടിന്റെ ഉപയോഗമൊക്കെ വരുന്നതനുസരിച്ചും ഡെഫിനറ്റ്ലി റേറ്റ് ലാപ്രോസ്കോപ്പി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ വരും. സർജറി ചാർജ് ആയാലും ടോട്ടൽ ഔട്ട്കം ആയാലും എല്ലാം നമ്മൾ ബില്ലും എല്ലാം കൂടെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി റോബോട്ടിക് സർജറി ലാപ്രോസ്കോപ്പി സർജറിക്കാൾ ഒരുപാട് ഒരു റേറ്റ് കമ്പയറബിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ദീസ് ആർ ദ ലേറ്റസ്റ്റ് അഡ്വാൻസ് ടെക്നോളജീസ് അവൈലബിൾ ഇൻ സർജിക്കൽ ഫീൽഡ്. അതായത് ആദ്യം ഒരു ഓപ്പൺ സർജറി നിന്ന് കീഹോൾ സർജറി വന്നു, ലാപ്രോസ്കോപ്പി സർജറി വന്നു, ഇപ്പം റോബോട്ടിക് സർജറിയുടെ കാലമാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ റോബോട്ടിക് സർജറി കീഹോൾ സർജറിയെ കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. നന്ദി, നമസ്കാരം, താങ്ക് യു.